ഫൈനലി ഡങ് ആഷ്വർഡിൽ ടൂറിന് നടക്കുന്ന സ്ഥലത്ത് എത്തിച്ചേരാണ്. ടൂറിന് സംഘടിപ്പിച്ചുള്ള ഒരു തലവൻ ഉണ്ടാവുമല്ലോ, അയാളെ കാണാനാണ് ഡങ് നേരെ ചെല്ലുന്നത്. എന്നിട്ട് സ്വയം പരിചയപ്പെടുത്താണ്. സർ, ഞാൻ അർലന്റെ പെനിഷി എന്ന് പറയുന്ന ആളുടെ സ്ക്വയർ ആയിട്ട് ഒരുപാട് കാലം വർക്ക് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം മരണപ്പെട്ടു. മരണപ്പെടുന്നതിന് മുമ്പായിട്ട് അദ്ദേഹം എനിക്ക് നൈറ്റ് ഹോൾഡ് തന്നിട്ട് അദ്ദേഹത്തിന്റെ വാളാണ് കാണുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം പറയുമ്പോൾ ആൾക്ക് ചെറുതായിട്ടൊരു ഡൗട്ട് തോന്നുകയാണ്. സത്യം പറഞ്ഞാൽ നിനക്ക് അദ്ദേഹം നൈറ്റ് ഹോൾഡ് തന്നിട്ടുണ്ടോ? അങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു തെളിവ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സാക്ഷി ആരാണെന്ന് ചോദിക്കുമ്പോൾ ഡങ്കിന് ഒരു മറുപടി ഉണ്ടായിരിക്കില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ടൂറിൽ പങ്കെടുക്കാൻ പറ്റില്ല. സർ, അർലനെ അറിയുന്ന ആരെങ്കിലും എന്നോട് റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിൽ ഞാൻ നിന്നെ ടൂർണിയിൽ പങ്കെടുപ്പിക്കാം. ഡൊണ്ടാരിയൻ എന്ന് പറയുന്ന ആള് എന്നെ റെക്കമെൻഡ് ചെയ്യും. കാരണം അദ്ദേഹത്തിന്റെ കീഴിൽ സർ അർലൻ ഒരുപാട് കാലം വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം എന്തായാലും സാറിനെ തിരിച്ചറിയും. അപ്പൊ ഞാൻ അദ്ദേഹത്തിന്റെ റെക്കമെൻഡേഷൻ ആയിട്ട് വരാൻ എന്നിട്ടാണ് പോകുന്നത്. നേരെ പോകുന്നത് അവിടുത്തെ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിന്റെ അടുത്തേക്കാണ്. കാരണം അവിടെയായിരുന്നു അയാൾ മാൻഫ്രഡ് ഡൊണ്ടാരിയനെ കണ്ടിട്ടുണ്ടായിരുന്നത്. അവിടെ ചെന്ന് ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം ഏത് സമയം ഉറങ്ങായിരിക്കും, നിങ്ങൾ പിന്നീട് വാ എന്ന് പറഞ്ഞാൽ ആ പെണ്ണ് അവിടെ നിന്ന് പറഞ്ഞു വിടാണ്. പോകുന്ന വഴിക്ക് റെയ്മൺ ആൻഡ് റൈഫൻ എന്ന് പറയുന്ന രണ്ട് ക്യാരക്ടേഴ്സിനെ അവിടെ കാണിക്കുന്നുണ്ട്. ഇവരെ നോട്ട് ചെയ്ത് വെച്ചോ, വരുന്ന എപ്പിസോഡിൽ അവരെ പറ്റി ഞാൻ പറയുന്നതാണ്. അങ്ങനെ രാത്രി വീണ്ടും ഡങ്ക് അവരുടെ അടുത്തേക്ക് വരുന്ന സമയത്ത് അയാൾ ഇനിയും ഇച്ചിട്ടില്ലാതെ പിന്നീട് വായെന്ന് പറഞ്ഞാൽ ആ പെണ്ണ് വീണ്ടും അവരെ പറഞ്ഞേക്കാണ്. ഡങ്ക് തിരിച്ചു പോകുന്ന സമയത്ത് അവളുടെ ടെന്റിൽ ഒരു പപ്പറ്റ് ഷോ നടക്കുന്നുണ്ടാവും. അത് കാണാൻ പോവാണ്. അവിടെ ചെന്നിട്ട് ആ പപ്പറ്റ് ഷോ കാണുന്ന സമയത്ത് അവൻ അയാൾ ആ പെൺകുട്ടീനെ നന്നായിട്ട് ബോധിക്കാൻ കേട്ടോ. അപ്പോഴാണ് റൈമൺ അതുവഴി വരുന്നത്. നിനക്ക് വിശക്കുന്നുണ്ടോ നീ എന്റെ കൂടെ വാ എന്ന് പറഞ്ഞിട്ട് അവൻ നേരെ ഒരു ടെന്റിലേക്ക് അവൻ കൊണ്ടുപോവാണ്. ലൈനൻ ബരാത്തിൻ്റെ അടുത്തേക്കാണ്. അത് നമ്മുടെ സീരീസിലെ മറ്റൊരു പ്രധാനപ്പെട്ട ക്യാരക്ടർ ഉണ്ടോ. ആളൊരു രസികനാണ്. ഏത് സമയം അത് ഇങ്ങനെ മദ്യപിച്ച് നടക്കുന്ന ഒരാളായിട്ടാണ് നമുക്ക് ഈ ഒരു ടൈമിൽ കാണുന്നത്. അപ്പോൾ അവിടെ ആ ടൈമിൽ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. അപ്പോൾ എനിക്ക് വേണ്ട ഭക്ഷണം നീ ഇരുന്നെടുത്ത് കഴിച്ചു എന്ന് പറഞ്ഞിട്ട് റൈമൺ അവിടെ നിന്ന് പോവാണ്. ഡങ്ക് അവനെ വിശപ്പ് മാറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്ത് രണ്ട് കണ്ണുകൾ ഡങ്കിനെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിച്ച് നോക്കുന്നത് ഡങ്ക് ശ്രദ്ധിക്കുന്നു. അപ്പോൾ നോക്കുന്ന സമയത്ത് നമ്മുടെ ലൈനൻ ബരാത്തിനെ അവൻ ഇങ്ങനെ മാടി വിളിക്കുകയാണ്, ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്ന സമയത്ത് ഡങ്കോട് ചെല്ലുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, എന്തിനാണ് നീ എൻ്റെ ടെന്റിൽ വന്നിട്ടുള്ളത്? സത്യം പറഞ്ഞാൽ നീ എന്നെ കൊല്ലാൻ വേണ്ടി വന്നിട്ടുള്ള ഒരു ചാരനല്ലേ? ഞാൻ ഈ ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ കയറിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ അയാൾക്ക് ചെറിയൊരു സിമ്പതി തോന്നുന്നു. എനിക്ക് വേണ്ടി ഒരു ഡാൻസ് കളിക്കുന്നു പറഞ്ഞിട്ട് അവർ കുറച്ച് ഫണ്ണായിട്ടുള്ള കാര്യങ്ങളാണ് നടക്കണേ. ഇതിൻ്റെ ഇടയിൽ ഇവർ തമ്മിൽ നല്ലൊരു സിംഗ് അല്ലെങ്കിൽ നല്ലൊരു കണക്ഷൻ അവർക്ക് ഫീൽ ചെയ്യാണ്. അങ്ങനെ രണ്ടാളും നല്ല ബൂസായ സമയത്ത് അവർ പരസ്പരം അവരുടെ കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യണം. ഇനി എന്താണ് ചെയ്യേണ്ടത് സാർ എന്ന് ചോദിക്കുന്ന സമയത്ത് സത്യമായിട്ട് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു ലൈനൻ അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. അങ്ങനെ അപ്പോഴാണ് ഡങ്ക് അയാളെ കാണുന്നത്. അതായത് അവർ രാവിലെ കാണാൻ പോയിട്ടുണ്ടായിരുന്ന മാൻഫ്രഡ് ഡൊണ്ടാരിയൻ ആ ഷെട്ടിൽ തന്നെ ഉണ്ടായിരിക്കും. അവിടെ ചെന്നിട്ട് അവന്റെ കാര്യങ്ങൾ പറയുന്ന സമയത്ത് എനിക്ക് നിന്റെ സാറിനെ ആരും എനിക്ക് ഓർമ്മയില്ല, അത് നീ എത്രയും പെട്ടെന്ന് എൻ്റെ മുന്നിൽ നിന്ന് മാറിപ്പോയ്ക്കോ എന്ന് പറഞ്ഞിട്ട് ഇവൻ അയാളെ പറഞ്ഞു വിടുന്നത്. ഡങ്ക് ഒരുപാട് വിഷമമാണ്. വിഷമിച്ചിട്ട് അവൻ തിരിച്ച് അവൻ ഒരുപാട് വിഷമിച്ചിട്ട് ഡങ്ക് അവന് പഴയ സ്ഥലത്തേക്ക് എത്തുന്ന സമയത്ത് അവിടെ നമ്മുടെ എഗ് ഇരിക്കുന്നത്. നീ എങ്ങനെ എവിടെ എത്തി? അപ്പോൾ ഞാൻ എങ്ങനെയൊക്കെ അവിടെ എത്തി, എനിക്ക് നിങ്ങളുടെ കൂടെ ഒരുപാട് വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, നിങ്ങളുടെ സ്ക്വയർ ആയിട്ട് എന്നെ ഒന്ന് കൂട്ടോ എന്ന് ചെക്കൻ ചോദിക്കുന്ന സമയം അങ്ങനെ മറ്റു നിവൃത്തിയൊന്നുമില്ല. അത് ഡങ്ക് അവന് അതിന്റെ സ്ക്വയർ ആയിട്ട് കൂട്ടാണ്. എന്ന പേര് പറയും. തിരിച്ച് നിങ്ങളുടെ പേരെന്താണെന്ന് ചോദിക്കുന്ന സമയത്ത് ഡങ്ക് എന്ന് പറയുമ്പോൾ അവൻ ആ പേര് അത്ര ഇങ്ങനെ പിടിക്കില്ല. ഡങ്ക് ഒരു വീടിന് ചേർന്ന പേരല്ല, ഡങ്ക് എന്നാക്കാം. അതിന് കൂടെ ഒരു ടോളും കൂടി കൂട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു പേരായി മാറി എന്ന് പറയും. അങ്ങനെ അവർ അത് പുതിയ പേരെല്ലാം കിട്ടിയ സന്തോഷത്തിൽ ഡങ്കും അവന് കിടന്നുറങ്ങാൻ പോകും. ഒരു വാൽനക്ഷത്രം അവർ മുന്നോട്ട് മുന്നിൽ വാങ്ങി പോവാണ്. ഈ വാൽനക്ഷത്രം കാണുന്നത് അതിലും നല്ല സൈനാണെന്ന് ആ കുട്ടി പറയണം. ഓ, അങ്ങനെയാണെങ്കിൽ എനിക്കിത് നല്ല കാലമായിരിക്കും എന്നാണ് ഡങ്ക് അവിടെ ചിന്തിക്കുന്നത്. അവിടെയാണ് നമ്മൾ ഫസ്റ്റ് എപ്പിസോഡ് എൻഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത് തന്നെ രണ്ടാമത്തെ എപ്പിസോഡായിട്ട് ഞാൻ വരാം. ഓക്കെ.